സെക്കൻഡ് ഹാഫ് കുറച്ച് ഫാസ്റ്റായി പോയ പോലെ തോന്നി, അറിയില്ല. നല്ലതായിരുന്നു. നമ്മൾ പ്രണവ് ഇങ്ങനത്തെ ഒരു ജോണർ ഷിഫ്റ്റ് ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്രത്തോളം പ്രണവ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പിന്നെ നമുക്ക് ഇതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഭൂതകാല പ്രമേയമൊക്കെ ചെയ്ത ഡയറക്ടറാണ്. വേറെ എക്സാമ്പിളുമായിട്ടൊന്നും വെക്കാൻ പറ്റില്ല. പുള്ളിയുടെ തന്നെ ഫിലിം എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത് നിൽക്കുള്ളൂ, അത്രേ. ആ ഒരു ഹൊറർ ജോണറിൽ തന്നെ ഒരു ജോണർ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെയാണോ സംഭവം? എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഭൂതകാലം, ഭ്രമയുഗം അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുള്ളൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടോ? അടിപൊളി. പ്രണവ് കാലിക്കേട്ടുണ്ട്. പേടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. നമ്മൾ കുറെ പ്രേതപ്പടം കാണുന്നുണ്ട്, നമുക്ക് അതിനോട് അടിപൊളി, സൂപ്പർ. നല്ലതായിരുന്നു. ഒരു പാർട്ട് 2 ചിലപ്പോൾ വരാനുള്ള ഒരു സാധ്യത പോലെ ഫീൽ ചെയ്തു. പകല് കണ്ടാലും പേടിക്കുമോ? പകലാണല്ലോ കണ്ടത്. ഒരുപാട് പേര് പറഞ്ഞു ഭയങ്കര പേടിച്ച് രോമാഞ്ചം വന്നൊക്കെ പറയുന്നുണ്ട്. പ്രണവൊക്കെ അടിപൊളിയാണ്. ഹൊറർ ജോണർ നമ്മൾ ഈ ഒരു ഡയറക്ടറിന്റെ ഹൊറർ പടം കണ്ടിട്ടുണ്ട്. ആ ഒരു ജോണർ ചേച്ചി പ്രണവിന്റെ അഭിനയം അടിപൊളി. എല്ലാവരും പോയി കാണും. എല്ലാവരും നമ്മൾ ഈ കോഞ്ചറിങ് ലെവൽ മേക്കിംഗ് ഒക്കെയാണ് എല്ലാവരും പറഞ്ഞത്. ആ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ട്? പേടിക്കാനുണ്ട്. പ്രണവ് ശരിക്കും അടിപൊളി പടം. പ്രണവ് എത്രത്തോളം പേടിപ്പിക്കുന്നുണ്ടല്ലേ? അടിപൊളിയാണ്. പുള്ളിയുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. എത്രത്തോളം പേടിക്കാനുണ്ട്? അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പേടിക്കാനുണ്ട്. മലയാളത്തിൽ കുറെ പ്രേതപ്പടമൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആ പ്രേതപ്പടമൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര അല്ല കൊള്ളാം, മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. കോഞ്ചറിങ് ലെവലൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. എത്രത്തോളം ഉണ്ടോ? കോഞ്ചറിങ്ങിൽ പഴയ കോഞ്ചറിങ് വെച്ചാണെങ്കിൽ ഞാൻ പറയണില്ല, പക്ഷെ എന്നാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പേടിക്കാനൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അത്യാവശ്യം പേടിക്കാനുണ്ടോ? പേടിക്കാനുള്ള പേടിക്കാൻ കുറച്ചൊക്കെ പേടിക്കാനുണ്ട്. പ്രണവ് കുഴപ്പമില്ല, പേടിപ്പിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രണവ് നമുക്കറിയാം. പ്രണവ് എപ്പോഴും നമ്മളെ ഒരു യൂത്തും ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എന്റർടൈനിങ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത്. അപ്പോൾ അതിൽ നിന്നൊരു ജോണർ ഷിഫ്റ്റ് വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, കുഴപ്പമില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ബാക്കി എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. തിയേറ്റർ റെക്കമെൻഡ് ചെയ്യാൻ മാത്രമുള്ള പടം. തിയേറ്റർ റെക്കമെൻഡ് ഉണ്ട്. എക്സ്പീരിയൻസ് ആണ്. 4K കാണണം. 4K കാണണം. നമ്മൾ OTT കയറിയിട്ട് കാര്യമില്ല. എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? സിനിമകൾ കാണുന്ന ഒരാളാണോ? പേടിക്കാറുള്ള ആളാണോ? പേടിക്കാനുള്ള ഉണ്ടായിരുന്നു? ഇപ്പോൾ കുറേ പേര് പറഞ്ഞാൽ നമ്മൾ കോൺസറിങ് ലെവൽ മേക്കിംഗ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അറിയുന്നില്ല. ഒരു എന്നാലും മലയാള സിനിമ ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇഷ്ടപ്പെട്ടു? നമുക്ക് വേറൊരു പുതിയ എക്സ്പീരിയൻസ്. മലയാളത്തിൽ ഇങ്ങനത്തെ സിനിമകൾ എനിക്ക് തോന്നുന്നു ലോകം വേറൊരു ഇതാണ്. ഇത് നല്ല സിനിമ കണ്ടിരിക്കാനും പേടിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞെട്ടിത്തെറിക്കൊന്നുമില്ല. പക്ഷെ പിന്നെ പ്രണവിനെ കാണാനും പ്രണവിൻ്റെ അഭിനയം ഒരുപാട് മെച്യൂറായി. അവൻ്റെ ലുക്കിലും അഭിനയത്തിലും ഒരുപാട് മെച്യൂറായി. നമ്മൾ ഹൃദയം കണ്ടു അത് വർഷങ്ങൾ ഒക്കെ അത് ഒത്തിരിയും കൂടി ഇതായി. ഇതിനകത്ത് ഒരുപാട് മെച്യൂരിറ്റി തോന്നി എനിക്ക്. നല്ല സിനിമ ആകെപ്പാടെ. ചേച്ചി ബ്ലാക്ക് ആൻഡ് വൈറ്റ് തൊട്ട് ഇഷ്ടം പോലെ പ്രേത സിനിമകൾ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ പണ്ട് കണ്ടു. പക്ഷെ അത് ഇപ്പം കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ നമ്മളെ ഇപ്പം കാണുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുടെ ഞാനൊക്കെ ഇപ്പോഴത്തെ തലമുറയുടെ കൂടെ സഞ്ചരിക്കുന്നവരാണ്. അന്നത്തെ സിനിമയും ഇന്നത്തെ സിനിമയും ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി വരികയല്ലേ. നല്ല സിനിമ കാണാൻ എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും. അല്ല, ഈ സിനിമയുടെ സംവിധായകനാണ് ഇതിനു മുമ്പ് 2 പ്രേതപടങ്ങൾ തന്നെയാണ് ചെയ്തത്. കണ്ടില്ലായിരുന്നോ? അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രേതത്തിൽ തന്നെ പല വെറൈറ്റീസ് ഒരുപാട് വെറൈറ്റി ഉണ്ട്. പണ്ട് വെള്ളസാരി എടുത്ത തന്നെ, പിന്നെ നമ്മുടെ ഇങ്ങനെയല്ലേ കറുത്ത സാരി എടുത്ത പ്രേതത്തിനെ കൊണ്ടുവന്നത്. ഇപ്പൊ ഇത് വേറൊരു തലത്തിൽ നിൽക്കുന്നു. ശരിക്കും തിയേറ്ററിൽ നല്ല രീതിയിൽ പേടിക്കാനുള്ളതൊക്കെ ഉണ്ട്. എടുത്ത് പേടിക്കാനൊന്നുമില്ല. അതൊക്കെ ചിലപ്പോൾ എൻ്റെയൊക്കെ ഏജിൻ്റെ ആയിരിക്കും. ഞങ്ങൾക്ക് അധികം പേടിക്കാനൊന്നുമില്ല. പക്ഷെ എന്നാലും ഫീൽ ഗുഡ്. നല്ല വ്യത്യസ്തമായിരുന്നു വെച്ചാൽ സിനിമയുടെ അതിൻ്റെ മേക്കിംഗ് ഒരുപാട് നന്നായിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല രീതിയിലുണ്ട്. നല്ലതുണ്ട്. എനിക്ക് അതിൻ്റെ പ്രമേയം ഒരു പുതുമയുണ്ട്. ഒരു പുതിയ പ്രമേയമുണ്ട്. പിന്നെ നല്ലോണം അഭിനയിക്കുന്നുണ്ട്. അതിന് ഡയറക്ഷൻ കൊടുത്തവരുടെ ഇതും ആയിരിക്കണം. നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൗണ്ടും ഇതുമൊക്കെ കൂടി വരുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവുന്നത്. തിയേറ്ററിൽ കാണുന്ന പടം.